ആരിഫ് ഹുസൈൻ, എനിക്കൊന്നും മനസ്സിലായില്ല സത്യത്തിൽ. എന്താണ് ഇതിപ്പോൾ? മുനമ്പത്ത് സമരം ഇരിക്കുന്നവരൊക്കെ മന്ദബുദ്ധികളാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ മുജീബ് റഹ്മാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാത്രമല്ല, റിസോർട്ട് മാഫിയയെ സഹായിക്കാനാണ് നമ്മളൊക്കെ ഇറങ്ങിയതെന്ന് പറയുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ താങ്കൾ എന്റെ പേരിൽ താങ്കൾ അല്ലല്ല, മുജീബ് റഹ്മാൻ നക്സലിൽ അത് തന്നെയാണല്ലോ. അവിടെ ആർക്കും നോട്ടീസ് നൽകിയിട്ടില്ല. അവിടെ താങ്കളുടെ അഭിപ്രായമാണ്, താങ്കൾ ആദ്യം പറഞ്ഞു അത് പിന്നെ അങ്ങനെ ഒരു ക്ലെയിം ഉന്നയിച്ചില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ പറഞ്ഞു വഖഫിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നു ആർക്കും നോട്ടീസ് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. അവിടെ സംസാരിക്കാം. ഓക്കെ ആരിഫ് ഹുസൈൻ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കൂ. അല്ല, ഇതിപ്പോ നമ്മളിവിടെ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ ഇതുവരെ ചർച്ച ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതുകൂടാതെ ഇവിടെ ചർച്ചയിൽ നിർബന്ധമായിട്ട് പറയേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമ്മളിവിടെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. എന്നാലും ഇവിടെ ഇന്നിപ്പോൾ ഇരിക്കുമ്പോൾ ഇവിടെ കേട്ട ഇപ്പൊ തൊട്ട് മുന്നേ സംസാരിച്ച ഈ കേരള മഹല്ല് കോൺഫെഡറേഷന്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന മുജീബ് റഹ്മാൻ പറഞ്ഞ വിഷയം കൂടി ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം പറയാണ്. അതായത് ഈ കുടുംബങ്ങളെ ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി പോയിന്റ് നമ്പർ 3, നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് അവരവിടെ സമരത്തിന് ഇരിക്കുന്നത്? അതിന്റെ കാരണം എന്താണ്? അതാണ് പോയിന്റ് നമ്പർ 4. അതായത് ഇവർക്ക് അവരുടെ ഭൂമി അവരുടേതാണ് എന്ന രീതിയിൽ അതിന്റെ പോക്കുവരവ് നടത്താനോ അതല്ലെങ്കിൽ ആ രീതിയിലുള്ള കരമടയ്ക്കാനോ അതുപോലുള്ള കാര്യങ്ങളൊന്നും സാധിക്കാത്ത വിധേന അവർക്കൊരു തടസ്സം നേരിടുന്നു. കാരണം അവർ അതിനു വേണ്ടി ചെന്നപ്പോൾ പറഞ്ഞു ഇത് വഖഫിന്റെയാണ് എന്ന് പറഞ്ഞിട്ട് അവരതിന് മാറ്റി നിർത്തുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇവിടെ സംഭവം. പിന്നെ ഈ നമ്മളുടെ റിസോർട്ട് മാഫിയ അതല്ലെങ്കിൽ ഈ കുടുംബങ്ങളുടെ എണ്ണം, അതൊക്കെ പിന്നെ നമ്മളുടെ ഏതെങ്കിലും ഇതുപോലെയുള്ള മുക്കാൽ മീഡിയയുടെ പത്ര ഓഫീസിൽ നിന്നല്ല നമ്മൾ കണക്കുകൾ എടുക്കുന്നത്. അതുകൊണ്ട് അത് തൽക്കാലം മാറ്റി വെക്കുകയാണ്. ഇനിയിപ്പോൾ റിസോർട്ട് മാഫിയ തന്നെയാണെന്ന് കൂട്ടുക, എന്താ അവരുടെ സ്ഥലം അങ്ങനെ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ബിസിനസ് എന്തെങ്കിലും ഇവിടെ റൺ ചെയ്യാനുള്ള തടസ്സമുള്ള നാട്ടിലൊന്നുമല്ലല്ലോ നമ്മളിവിടെ ജീവിക്കുന്നത്. അതിനുള്ള പെർമിറ്റ് എടുത്ത് അതിനുള്ള ലൈസൻസ് എടുത്ത് റൺ ചെയ്യുന്ന സംഗതിയാണെങ്കിൽ അത് അവിടെ റൺ ചെയ്യട്ടെ. ഇനി അതല്ല, അങ്ങനെ ഇല്ലീഗലായിട്ടാണ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനം പരിശോധിക്കാനുള്ള ഇവിടെ ഉണ്ട്. അതിന്റെ ആ ഉത്തരവാദിത്തം ഇവിടെ വഖഫ് ബോർഡിനല്ലല്ലോ. ഏതൊക്കെയാണ് അനധികൃതമായ റിസോർട്ടുകൾ എന്ന് കണ്ടുപിടിച്ച് അതൊക്കെ തിരിച്ചു പിടിക്കേണ്ട ബാധ്യതയൊന്നും ഇവിടെ വഖഫ് ബോർഡിന് വെച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ അതൊന്നും ഇവിടെ എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിവിടുത്തെ വിഷയം അവിടുത്തെ സമരത്തിൽ ഇരിക്കുന്നതും അതുപോലെ തന്നെ ഈ വഖഫ് നിയമത്തിന്റെ പേരിൽ അതല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുള്ള ഇവിടുത്തെ വിഷയവും സെക്ഷൻ 40 അടക്കമുള്ള വിഷയങ്ങളും അതുപോലെ ഈ ട്രൈബ്യൂണലിന്റെ അമിത അധികാരവും ഇതൊക്കെയാണ് നമ്മുടെ വിഷയം. അപ്പോൾ നിങ്ങളിങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് മറിച്ചിട്ട് പറയുമ്പോൾ ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്. നിങ്ങൾ ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല, ശരിയാണ്. പക്ഷേ അവരുടെ ആ സ്ഥലത്തിന്റെ മേലെ അവർക്കുള്ള ആ അവകാശത്തെ നിങ്ങൾ നിഷേധിച്ചിട്ടുണ്ട്. ഇതിനെയല്ലേ പച്ച മലയാളത്തിൽ ഇറങ്ങിപ്പോവാന്ന് പറയുന്നതിന് തുല്യം? ഇതന്നെയല്ലേ അവിടെ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ എന്നിട്ട് നിങ്ങൾ പറയും ഞങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോണെന്ന് പറഞ്ഞിട്ടില്ല. ഇതെന്ത് തരം വാദമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് എവിടുത്തെ വാദമാണെന്ന് നമുക്ക് അറിയില്ല. പോട്ടെ, ഇനി പറയുന്നത് എന്താണ്? അങ്ങനെ അവർ ഇറങ്ങി പോകേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് മുസ്ലിങ്ങളെല്ലാം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധം. മുസ്ലിങ്ങളുടെ ഉറപ്പ് എന്തിനാ ഇവിടെ? ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു വ്യക്തിക്ക് ഇവിടെ ജീവിക്കാൻ അവന്റെ സ്ഥലത്തിലുള്ള അവന്റെ അവകാശം നഷ്ടപ്പെടില്ല. അവന്റെ അവകാശങ്ങളിവിടെ സംരക്ഷിക്കപ്പെടും. അവന് ഇവിടെയുള്ള റൈറ്റ്സ് ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഇവിടെ ജീവിക്കാം എന്നുള്ള ഒരു അവകാശം അത് മുസ്ലിങ്ങൾ കൊടുക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അങ്ങനെയല്ലല്ലോ ഇവിടെ വേണ്ടത്. അപ്പൊ ഇതുപോലുള്ള വാദങ്ങളൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന വിഷയങ്ങളിലെ യാഥാർത്ഥ്യത്തെ ഒളിപ്പിച്ചു വെക്കാനും അത് വളച്ചൊടിക്കാനും ഇത് ചർച്ചയിൽ നിന്നും വഴിതെറ്റിക്കാനും ഒക്കെ ഉള്ള ശ്രമങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഇത് അനുവദിക്കാൻ പാടില്ല. ജനം ടി വി അല്ല, ഏത് ടി വി ഇവിടെ സംസാരിക്കുന്ന എല്ലാം വസ്തുതകൾ മാത്രമേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ഒരെണ്ണം ചൂണ്ടിക്കാണിക്കും ഇതിൽ ഏതാണ് തെറ്റ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത്. ഇവിടെ വഖഫ് ഭൂമി തന്നെയാണ് ഇവിടെ തുടക്കം മുതൽ പറയുന്നത്. അതാണ് അവരുടെ അവകാശവാദം എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെയാണ് പറയുന്നത്. ആ അവകാശവാദം ഉന്നയിക്കാനുള്ള അമിതാധികാരം, അത് വെച്ചുകൊണ്ട് ആളുകളെ ഇറക്കി വിടാനുള്ള ആ തരത്തിലുള്ള രീതികൾ, ഇതൊക്കെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അപ്പൊ അമെന്റ്മെന്റ് കൊണ്ടുവന്നു കഴിയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അതുവഴി അവർക്ക് അവരുടെ നീതി നേടിയെടുക്കാനുള്ള അവകാശത്തെ കൂടെ നിൽക്കേണ്ട ഒരു ആളുകൾ എന്നുള്ള രീതിയിൽ നമ്മളത് പറയുമ്പോൾ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ന് ഇതേപോലുള്ള ഈ വർഗീയത വിളമ്പുന്ന മുസ്ലിം വർഗീയത വിളമ്പുന്ന ആളുകളും വന്നിരുന്നിട്ട് ഇത് വർഗീയതയാണെന്ന് പറഞ്ഞുകൊണ്ടാൽ അങ്ങനെ ഇറങ്ങി തിരിച്ചാലൊന്നും ഇത് വർഗീയതയല്ല. ഈ വിഷയത്തിന്റെ പിന്നിൽ ഒരു വർഗീയതയുടെ ചോയുള്ള ഒരു മതത്തിന്റെ വിഷയം തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് അഡ്രസ്സ് ചെയ്യും. അത് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അത് വർഗീയതയാണ് അതുകൊണ്ട് മിണ്ടരുതെന്ന് പറയാൻ അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നടക്കില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഇത് അഡ്രസ്സ് ചെയ്യണം. കാരണം ഇന്ത്യ മഹാരാജ്യത്ത് അങ്ങനെ ഒരു മതത്തിന്റെ പേരിലുള്ള നിയമം വെച്ചിട്ട് ആളുകളുടെ പൊതുവിഷയങ്ങളിൽ സിവിൽ റൈറ്റ്സിന്റെ മേലെ കൈ കടത്തുന്ന അവസ്ഥ, അത് ഒരു സുപ്രഭാതത്തിൽ വന്ന് അതങ്ങ് നിഷേധിക്കുകയും അവർക്ക് അതിന്റെ മുകളിൽ അവരുടെ കരമടയ്ക്കാൻ പോലും പറ്റുന്നില്ല
എന്ന നിലയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. വഖഫിന്റെ NOC വേണമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്ന നിലയിൽ ഇവിടെ പോകുമ്പോൾ ഇത് ഞാൻ പറയാ, ഈ വഖഫ് നിയമം ഇന്നുള്ള രീതിയിൽ ഇതിന് അമെൻമെന്റ് ഒന്നും അല്ല നടത്തേണ്ടത്. ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടി പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ പച്ചയ്ക്ക് പറയാണ്, വഖഫ് ആ നിയമം റദ്ദാക്കുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുക.